ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒന്ന് കാണാം. നൂഡിൽസ് ആണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചേക്കാം. അപ്പോൾ ചെറുതായി ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഓണിയൻ, പിന്നെ ആവശ്യത്തിന് മുളകൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനത്തെ പ്ലെയിൻ നൂഡിൽസ് നമുക്ക് കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ആവശ്യത്തിന് കൊറിയാണ്ടർ ലീഫ് എടുക്കുക. കൊറിയാണ്ടർ നമുക്കിഷ്ടമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ കൊറിയാണ്ടർ ലീഫ് ഇതേപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുക. കാരണം ഇത് നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് നൂഡിൽസിന് തരും. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് എണ്ണ ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് മുട്ട പൊട്ടിച്ചിടുക. ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്, ഇതെൻ്റെ മദർ ഇൻ ലോ ആണ്. ഷീ ഈസ് എ വെരി 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 ഗുഡ് കുക്ക്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതേപോലെ ബ്രേക്ക് ചെയ്തെടുക്കുക. ഇതിന് ചിക്കി വറക്കൽ എന്നാണ് നമ്മൾ പറയുന്നത്, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല. ഇതേപോലെ വറുത്ത് വരുമ്പോഴത്തേനും സ്ലോ ആയിട്ട് നമ്മൾ ആദ്യം ഓണിയൻസ് ഇടുന്നു. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഓണിയൻസ് ഇട്ട് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ വെജിറ്റബിൾസും 1 by 1 ഇടാം. നിങ്ങൾക്ക് ആവശ്യം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. നമുക്ക് വേണമെങ്കിൽ സോയ ഇടാം. അതേപോലെ ഡിഫറെൻ്റായിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതിടാം. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് വളരെ നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ഇടുകയാണ്. എല്ലാം എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നൂഡിൽസ് മസാല വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്കതിലോട്ട് അധികം താല്പര്യമില്ല. അതിനുശേഷം ഇച്ചിരി വാടി വരുമ്പോൾ നമ്മൾ കൊറിയാണ്ടർ ലീഫ്, നമ്മൾ മുറിച്ച് വെച്ചിരുന്ന കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്യുക. അത് നല്ലോണം സോട്ടായി നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടി വെക്കാം ഒരു 2 minutes. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന നൂഡിൽസ്, പ്ലെയിൻ നൂഡിൽസ് എടുത്ത് ആ മസാലയുടെ മേളിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ നൂഡിൽസ് നല്ല പകുതി വേവും അല്ല ഫുൾ വേവും അല്ല, നല്ല നീറ്റായിട്ട് നമ്മൾ ഓവർ കുക്ക് ചെയ്താൽ ഇങ്ങനെ കുഴക്കുമ്പോൾ ചിലപ്പോൾ പൊങ്കലായി മാറും, ഇങ്ങനെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നല്ലോണം നോക്കി കുക്ക് ചെയ്ത നൂഡിൽസ് ഇതേപോലെ നല്ല മിക്സ് ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മസാല കൂട്ടിൻ്റെ കൂടെ ഇച്ചിരി സോയ സോസ് ആഡ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനെ കുക്കൊക്കെ ചെയ്ത് ഒരു 2 minutes വെച്ചിട്ട് പിന്നെ നമുക്ക് മെല്ലെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ടൊമാറ്റോ കെച്ചപ്പ്. ഇങ്ങനെ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ട് കെച്ചപ്പ് ഇല്ലാണ്ട് തന്നെ ഇത് സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ മമ്മി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലത്തെ കുക്കിംഗ് വീഡിയോസ്, കുട്ടി കുക്കിംഗ് വീഡിയോസ് കാണാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.